പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഈ പ്രഭാതം വീണ്ടും എഫെസ്യ ലേഖനത്തിൽ നിന്ന് ഒരു അനുഗ്രഹീതമായ ചിന്ത നമുക്ക് ചിന്തിക്കുവാൻ സർവകൃപാലുവായ ദൈവം കൃപ ചെയ്യുന്നല്ലോ. എഫെസ്യ ലേഖനത്തിൽ ഒരു സുപ്രധാനമായ പദം നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഒന്നാം അധ്യായത്തിലെ 5-ാം വാക്യത്തിൽ കാണുന്നൊരു പദം ഇങ്ങനെയാണ്: തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം. 9-ാം വാക്യത്തിൽ കാണുന്നൊരു പദം തിരുഹിതത്തിൻ്റെ മർമ്മം. 11-ാം വാക്യത്തിൽ കാണുന്നത് തിരുഹിതത്തിൻ്റെ ആലോചന. 3 പദങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്നുകൂടെ ഞാൻ ആ വാക്യം എടുത്ത് വായിച്ച് കേൾപ്പിക്കാം നിങ്ങളെ. 5-ാം വാക്യത്തിൽ ഇങ്ങനെയാ: അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. 9-ാം വാക്യത്തിൽ കാണുന്നു: അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. 11-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അവനിൽ നാം അവകാശവും പ്രാപിച്ചു തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ. എന്തുവാ തിരുഹിതത്തിൻ്റെ പ്രസാദം? അത് യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമുക്ക് അവൻ വെളിപ്പെടുത്തി തന്ന രക്ഷാപദ്ധതിയുടെ പേരാ തിരുഹിതത്തിൻ്റെ പ്രസാദം. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞില്ലേ, നരകത്തിൻ്റെ കൊള്ളികളായിട്ട്, വിറക് കഷ്ണങ്ങളായിട്ട് ജനിക്കുക, മരിക്കുക, നരകത്തിൽ പോവുക. അതിന് വിധിക്കപ്പെട്ട നമ്മളെ സ്വർഗത്തിന് പ്രസാദം തോന്നി. എന്തിനാ? തിരുഹിതത്തിൻ്റെ പ്രസാദം. തിരു എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാ. തിരുസന്നിധി, തിരുവെഴുത്ത്, തിരുവചനം നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ. തിരു എന്ന് പറയുന്നത് ദൈവത്തിന് മാനുഷികമായ ശക്തി കുടികൊള്ളുന്ന, സൂപ്പർ നാച്ചുറൽ ശക്തി കുടികൊള്ളുന്ന ആ ഒരു പദമാണ്. മാനുഷികമായിട്ടുള്ളതെന്നാണ് തിരു എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന തിരുഹിതത്തിൻ്റെ പ്രസാദം. തിരുഹിതത്തിൻ്റെ പ്രസാദത്തിനകത്ത് പുത്രൻ ഉണ്ടായിരുന്നു. പുത്രനിലൂടെയാണ് ആ പ്രസാദം നടന്നത്. യേശുക്രിസ്തുവിലൂടെയാണ് ആ പ്രസാദം നടക്കാനിടയായി തീർന്നത്. മാനവകുലത്തിനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിക്ക് പറയുന്ന പേരാ തിരുഹിതത്തിൻ്റെ പ്രസാദം എന്ന് പറയുന്നത്. എന്നേക്കും തള്ളപ്പെട്ടു പോകാതെ, അകന്നു പോകാതെ, നിത്യനരകത്തിൻ്റെ ഓഹരിക്കാരായി പോകാതെ ദൈവത്തിങ്കിലേക്ക് നമ്മളെ അടുപ്പിച്ചു കൊണ്ടുവരണം, ദൈവത്തിങ്കിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയുടെ പേരാ തിരുഹിതത്തിൻ്റെ പ്രസാദം. ആമേൻ. പാപങ്ങളാലും അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മളെ ആകാശത്തിൻ്റെ ലക്ഷണങ്ങൾക്ക് അനുസരിച്ച് അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിച്ച് ആത്മാവിനെ അനുസരിച്ച് നടന്ന നമ്മളെ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന നമ്മളെ, വാക്തത്വത്തിന് അന്യരും പരദേശികളുമായിരുന്ന നമ്മളെ ഈ തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം പുത്രൻ അവിടുത്തെ രക്തത്താൽ നമ്മളെ കൂടെ അടുപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. അതിൻ്റെ പേരാ തിരുഹിതത്തിൻ്റെ പ്രസാദം. നമ്മളങ്ങനെ തള്ളിക്കളയാൻ ദൈവം ആഗ്രഹിച്ചില്ല. ആ വലിയ രക്ഷാപദ്ധതിയുടെ ഭാഗമായിട്ട് തൻ്റെ ഓമനകുമാരനെ കാൽവറിയിൽ യാഗമാക്കി. ഗത്സമനായി തുടങ്ങി, ഗബ്ബതായിൽ തുടർന്ന്, ഗോൽഗോത്തായിൽ അവസാനിച്ച ഒരു വലിയ ദൈവീക മിഷൻ. ഹല്ലേലൂയ. അതിൻ്റെ പേരാ തിരുഹിതത്തിൻ്റെ പ്രസാദം. അവിടുത്തെ രക്തത്താൽ, ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ, ആ വീണ്ടെടുപ്പിൻ്റെ വില ഇത്രയ്ക്ക് വലുതാ. സ്തോത്രം. ആമേൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചില്ലേ, അടിമച്ചന്തയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ വലിയൊരു വില കൊടുത്ത് വീണ്ടെടുത്തിട്ട് അവനെ അവൻ്റെ ഇഷ്ടത്തിനായിട്ട്, അല്ലെങ്കിൽ ആ മേടിച്ച ആള് മിസ്യൂസ് ചെയ്യാൻ കൊണ്ടുപോവല്ല, ആ അടിമച്ചന്തയിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോൾ അവൻ്റെ കഴുത്തിൽ നിന്ന് ആ കയറൂരി വിട്ടിട്ട് പറയുക, പൊയ്ക്കോ, നിനക്കിനി അടിമയായിട്ട് ജീവിക്കാൻ ഇല്ല, നിന്റെ വില കൊടുത്തു കഴിഞ്ഞു, നിനക്ക് വീണ്ടെടുപ്പിൻ്റെ വില കൊടുത്തു കഴിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, തിരുഹിതത്തിൻ്റെ പ്രസാദം എന്തുവാന്ന് തിരിച്ചറിഞ്ഞു ഓരോ ദിവസവും ക്രിസ്തുവിനെ പിൻപറ്റുവാൻ
ദൈവം നമ്മളെ സഹായിക്കട്ടെ. ചെന്നായുടെ ശൗര്യത്തോടെ ബെന്യാമീൻ ഗോത്രക്കാരനായ പൗലോസ് അധികാരപത്രവുമായിട്ട് ദമസ്കോസിൽ പോകുന്ന നമുക്ക് കാണാൻ കഴിയില്ലേ? ദൈവം സൂര്യനെ വെല്ലുന്ന വെളിച്ചം അടിച്ച് അവൻ്റെ കണ്ണിനെ കാഴ്ച പോയി. സ്വർഗത്തിലെ ദൈവം അവിടെ തൊടുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അതിനകത്ത് വെച്ച് അവ സറണ്ടറാകുക. ഇതുവരെ ഞാൻ ഓടിയ ന്യായപ്രമാണമല്ല വലുത്, ഇതുവരെ ഞാൻ കൊണ്ടു നടന്ന പ്രത്യയശാസ്ത്രമല്ല വലുത്, ഇനി ഞാൻ ഈ നാഥന് വേണ്ടി, ഈ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുക എന്ന് പറഞ്ഞ് തീരുമാനവാൻ പുതുക്കുവാനായിട്ടിടയായി തീർന്നപ്പോൾ തിരുവചനത്തിനകത്തെ 14 ലേഖനങ്ങൾ, ഈടുറ്റ ലേഖനങ്ങൾ പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് പ്രിയരെ, തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം നമുക്ക് ദൈവമൊരുക്കിയ രക്ഷാപദ്ധതിയുടെ ഭാഗമാക്കുവാൻ തിരഞ്ഞെടുത്തതോർത്ത് നന്ദി പറഞ്ഞ് ഓരോ ദിവസവും കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടുത്ത ദിവസം നമ്മൾ തിരുഹിതത്തിൻ്റെ മർമ്മം പഠിക്കും. തിരുഹിതത്തിൻ്റെ മർമ്മം ദൈവസഭയാണ്. നാളെ നമ്മളത് ചിന്തിക്കും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇടപെട്ട ദൈവവചന ചിന്തകൾക്കായിട്ട് സ്തോത്രം. തിരുഹിതത്തിൻ്റെ പ്രസാദം അങ്ങ് ഞങ്ങളെ വീണ്ടെടുക്കുവാനായിട്ട് ഒരുക്കിയ രക്ഷാപദ്ധതിയാണെന്ന് ഞങ്ങൾ കേൾക്കുവാനിടയായി തീർന്നല്ലോ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.